ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ രാത്രി എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണെന്നല്ലേ. രാത്രി അല്ല കേട്ടോ, നേരം വെളുക്കാറായിട്ടുണ്ടേ. ഇപ്പോൾ സമയം 5:30 അപ്പോൾ 5:30 നമ്മളിതാ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ വേറെ എങ്ങോട്ടല്ല, ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇന്ന് കന്നിമാസത്തിലെ ആയില്യം നാളാണ് കേട്ടോ. നമ്മളെ തിരുമാതാംകുന്നിൽ അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ അമ്മയുടെ പിറന്നാൾ തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോക്ക്. കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ ഏട്ടനും മക്കൾക്കൊക്കെ നമ്മൾ പകൽ നേരം വെളുത്തൊക്കെ പോന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവും വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പുലർച്ചെ പോയിട്ട് തൊഴുതിട്ട് പോരാം, എന്നാൽ മക്കളെ കൂടി തൊഴിയിക്കാലോ എന്ന്. ആദ്യം ഞാൻ വിചാരിച്ചത് മക്കളെ കൂട്ടാതെ പോവാന്നാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ മക്കളെ കൂട്ടാതെ പോരില്ല. അതാണ് കാരണം. ഞാൻ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് അവരെ സ്കൂളിലേക്ക് വിട്ടിട്ട് നമുക്ക് തൊഴുതിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് പറ്റില്ല, മക്കളെ കൂടി തൊഴിയിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പുലർച്ചെ പോയിട്ട് തൊഴുതിട്ട് പോരാമെന്ന് പറഞ്ഞേട്ടോ. പിന്നെ പുലർച്ചെ പോരുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് സുഖമാണ് കേട്ടോ. കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൊഴുതിറങ്ങാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. എന്നാൽ തന്നെ നമ്മൾ വരിയൊക്കെ നിന്നിട്ടാണ് തൊഴുതിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഗണപതിൻ്റെ ആ ഭാഗത്തുനിന്ന് തൊട്ട് ഇങ്ങനെ വലം വെച്ച് ചുറ്റി വന്നിട്ടാണ് നമ്മൾ തൊഴുതത്. അകത്തേക്ക് കയറാറായപ്പോഴേക്കും ഏകദേശം നേരമൊക്കെ വെളുക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ തൊഴുത് ഇറങ്ങിയപ്പോഴേക്ക് ഫുള്ള് നേരമൊക്കെ വെളുത്തു. പിന്നെ നമ്മൾ ആൽത്തറ ഗണപതിക്കൊക്കെ തൊഴുത് വലം വെച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വന്നതിനേക്കാളും തിരക്കപ്പോൾ കാണാനുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. നമ്മൾ നേരത്തെ പോയാൽ നമുക്ക് നേരത്തെ നല്ലപോലെ തൊഴുതിട്ടൊക്കെ പോരാൻ പറ്റും. അതുകൊണ്ട് തന്നെ അകത്ത് കയറിയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് തൊഴാനൊക്കെ ആയിട്ട് പറ്റി കേട്ടോ. പിന്നെ നല്ല ഭംഗിയിൽ അമ്പലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മയുടെ പിറന്നാളാണല്ലോ അല്ലേ. നല്ല റോസാപ്പൂവും പിന്നെ കുരുത്തോലയും പിന്നെ ജമന്തി മല്ലിക പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നൃത്യങ്ങളും പിന്നെ കലവറ നിറയ്ക്കലും പിന്നെ അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും കാണാൻ നിൽക്കാനുള്ള നേരമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ തൊഴുത് ഇറങ്ങി ഇതാ പോരുകയാണേ. പിന്നെ പാറും അമലും അവിടുന്ന് പായസമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെന്തായാലും അവർക്ക് വേണം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഠിന പായസം. അപ്പോൾ അത് മേടിച്ചു പോന്നു. പിന്നെ പോരുമ്പോൾ അവിടെ ഇടയിലുള്ള ഒരു കടയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഒരു ചടങ്ങാണല്ലോ നമുക്കല്ലേ. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുക. പിന്നെ അമലുവിന് പൊരി ഇഷ്ടമാണ്. അപ്പോൾ അവൻ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തിരിച്ചു പോന്നു. പാർക്കുട്ടി ഇതാ സ്ലൈമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണ്. പിന്നെ നമ്മളിങ്ങനെ തിരിച്ചു പോരുമ്പോൾ ആ മേൽപ്പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നന്നായിട്ട് ഇതാ സൂര്യനൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം തുടങ്ങി അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്ന് വേറെ വിശേഷമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.